നമസ്കാരം. ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമായി പരാമർശിക്കുന്നു, ജീവിതം ഉയർച്ച താഴ്ചകളിലൂടെ പോകുന്നതാണ്. ഒരു ഉയർച്ചയുണ്ട് എങ്കിൽ ഒരു താഴ്ചയും ഉണ്ടാകുന്നതാണ്. അതിനാൽ താഴ്ച വരുമ്പോൾ അമിതമായി വിഷമിക്കുവാൻ പാടുള്ളതല്ല. ഇത് പ്രകൃതി നിയമമാകുന്നു. എന്നാൽ നാം പരാജയപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ താഴ്ചയിലൂടെ കടന്നു പോകുമ്പോഴോ ഒരിക്കലും വിഷമിക്കരുത്. മറിച്ച് അതൊരു പാഠമായി മനസ്സിലാക്കുക. ജീവിതത്തിൽ ഉയരുവാൻ വേണ്ടി നമ്മെ ഭഗവാൻ പഠിപ്പിക്കുന്ന പാഠം. താഴ്ചയിൽ നിന്നും ഉയരങ്ങളിൽ എത്തുമ്പോഴേ നാം ആ ഉയർച്ചയുടെ വില മനസ്സിലാക്കൂ. അല്ലാത്തപക്ഷം നാം എപ്പോഴും നമ്മുടെ വളർച്ച മനസ്സിലാകാതെ പോകുന്നതാകുന്നു. ഈ ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് എപ്പോഴും പ്രകടമാകണം എന്നില്ല. കാരണം ഇവയിൽ ചിലപ്പോൾ ആധ്യാത്മികമായ വളർച്ചയിലെത്തുമ്പോഴാകാം ഈ ഉയർച്ച താഴ്ചകൾ വന്ന് ചേരുന്നത്. എന്നാൽ ഒരു സാഹചര്യത്തിലും ഭഗവാനോടുള്ള വിശ്വാസം ഒരിക്കലും നാം കൈവിടുവാൻ പാടുള്ളതല്ല. ഭഗവാൻ നമ്മോട് എപ്പോഴും കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുക. എത്ര അന്ധകാരത്തിലും ഭഗവാൻ നമ്മോടൊപ്പം തന്നെയുണ്ട് എന്നതാണ് സത്യം. ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നാം ചിലപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. മുൻപോട്ട് പോകുവാൻ ഒട്ടും സാധിക്കാതെ വരുന്ന അവസ്ഥ. ഇത്തരത്തിലുള്ള അവസ്ഥ പലർക്കും വന്ന് ചേരുന്നതാകുന്നു. ഈ സമയം നാം മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. ഭഗവാന്റെ നാമം ഹരേ കൃഷ്ണ അല്ലെങ്കിൽ ഭഗവാന്റെ ദിവ്യനാമമായ കൃഷ്ണ എന്ന് വിളിക്കുക. ഉറപ്പായും ജീവിതത്തിൽ ഒരു വഴി നമുക്ക് മുൻപിൽ തെളിയുന്നതാണ്. എത്ര വലിയ തളർച്ച ശരീരത്തിന് സംഭവിക്കുമ്പോഴും ഭഗവാന്റെ നാമം പറയുക. ഉറപ്പായും ജീവിതത്തിൽ നാം തളരാതെ മുൻപോട്ട് പോകുവാൻ ഭഗവാൻ നമ്മെ സഹായിക്കുന്നതാണ്. ഭഗവാന്റെ നാമങ്ങളിൽ ഏറ്റവും ദിവ്യമായ നാമമാണ് ഭഗവാന്റെ നാമം. എത്ര ബുദ്ധിമുട്ടി മുൻപോട്ട് പോകുവാൻ സാധിക്കില്ല എന്ന് നാം ചിന്തിച്ചാലും ജഗത് ഗുരുവായ ഭഗവാന്റെ നാമം പറയുക. ഭഗവാന്റെ നാമം നമ്മെ നയിക്കുന്നതാണ്. ജീവിതത്തിലെ വലിയ പാഠങ്ങൾ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ ലക്ഷ്യം കാണാതെ തളരുമ്പോൾ നമ്മുടെ ഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം പറയുക. ഗുരു തൻ്റെ ശിഷ്യരെ ഒരിക്കലും കൈവിടുന്നതല്ല എന്നോർക്കുക. കാഴ്ച മറയുമ്പോൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കുക. കാഴ്ച തെളിയുന്നതാണ്. പലപ്പോഴും തളർന്ന മനസ്സോടുകൂടി മുൻപോട്ട് പോകുവാൻ സാധിക്കാതെ ഇരിക്കുന്ന അവസരത്തിൽ ഭഗവാന്റെ നാമത്തിലൂടെ തന്നെ ഭഗവാൻ ആ സാഹചര്യത്തിൽ മുന്നേറുവാൻ നമ്മെ സഹായിക്കുന്നതാകുന്നു. നാം വിശ്വാസമില്ലാതെ എത്ര അന്ധകാരത്തിലും ഭഗവാനെ തേടി അലഞ്ഞാലും ഭഗവാനെ നാം കാണുന്നതല്ല. എന്നാൽ വിശ്വാസത്തോടെ ഒരിക്കലെങ്കിലും ഭഗവാന്റെ നാമം ഉച്ചരിക്കുകയാണ് എങ്കിൽ ഉറപ്പായും ഭഗവാന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നതാകുന്നു. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ നിത്യവും ജപിക്കുക. 108 തവണ നിത്യവും ജപിക്കുകയാണ് എങ്കിൽ അത് വളരെ ശുഭകരമാകുന്നു. എന്നാൽ അതിന് സാധിക്കുന്നില്ല എങ്കിൽ കഴിയുന്നത്ര തവണ ജപിക്കുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഒരിക്കലും ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന് മനസ്സിലാക്കുക.